കഴിഞ്ഞ ആഴ്ച നമ്മൾ റൈഡ് ചെയ്ത് കൂട്ടിച്ച ഡിസ്പ്ലേയുടെ ആർക്കേഴ്സ് ആണ്. ഇപ്പം മാറ്റിത്തരാം. പെട്ടെന്ന് മാറ്റണം. ബ്ലോക്ക് കഴിഞ്ഞ് നിങ്ങളങ്ങ് എത്തിയാൽ മതി. എനിക്ക് പേടിയില്ല, പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഞാൻ പോകണം. യൂണിവേഴ്സിറ്റി കോളേജ്. കൺട്രോൾ വിക്ടേഴ്സ് KL01S159 ഓട്ടോറിക്ഷയിൽ വിക്ടർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്നല്ല ബ്ലോക്ക് ആണല്ലോ സാറേ. നമ്മുടെ റോഡും കൂടെ നല്ലതായതുകൊണ്ട് 10 മിനിറ്റ് എടുക്കേണ്ട യാത്ര അരമണിക്കൂർ എടുത്തോളൂ. ഇവന്മാർക്ക് കുണ്ടും കൂടി നേർത്തുകൂടെ മനുഷ്യൻ കയറി ഇറങ്ങി നടുപൊടി. എത്ര ബൈ റോഡുണ്ട്, ഒന്നും ശരിയാക്കത്തില്ല. മുനിസിപ്പാലിറ്റിക്കും MLA-മാർക്കും പരാതി കൊടുത്താണെങ്കിൽ മടുത്ത്. അവരെല്ലാം കൂടെ ഇപ്പം മറ്റവരെ തലയിൽ കയറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ പൊതുമരാമത്തിൻ്റെ അതെങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ നമ്മളെ വേണം. അത് കഴിഞ്ഞാൽ ഒരുത്തന് നമ്മളെ തിരിഞ്ഞു നോക്കൂ. കുറേ നേരമല്ല പോലീസ് നമ്മൾ കുറേ കയറി പോകണമില്ല. പോണെങ്കിൽ പോട്ടെ. സാറേ, ഞാൻ ഈയിടയ്ക്ക് ഒരു സീരിയൽ അഭിനയിച്ചു. എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞാണ്. അതാണ് കൈയെടുത്ത് കാണിച്ചത്. സാറ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. സാറിൻ്റെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയമുണ്ട്. സാറിൻ്റെ ജോലി എന്താ? രാഷ്ട്രീയം. അങ്ങനെ പറ. മെമ്പറാ? ഏത് പഞ്ചായത്തിലെ? കടക്കൽ. നമ്മളെ മുഖ്യൻ്റെ സ്ഥലം. അത് ശരി, അടിപൊളി. സാറെന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ പോലീസ് വന്നല്ലേ? എന്താ പേര്? ബിനു. എത്രയായി? വേണ്ട സാർ. റോഡൊക്കെ നന്നാക്കാൻ കേട്ടോ. വേണ്ട സാർ, ഈ റോഡ് മതി. വേണ്ടേ? ഉള്ളതല്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു രാഷ്ട്രീയമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും നിലപാടിലുമൊക്കെ രാഷ്ട്രീയമാവാം. പക്ഷെ ഒന്നോർക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഇങ്ങോട്ട് വിടുന്നത് പഠിക്കാനാണ്. അതുകൊണ്ട് പ്രഥമ പരിഗണന പഠനത്തിനായിരിക്കണം. എന്ന് വെച്ച് നമ്മളെല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയറും IT പ്രൊഫഷണൽസും ആകണമെന്നില്ല. അറിവും ബുദ്ധിയും മാത്രം വികസിപ്പിക്കുന്നതായിരിക്കരുത് വിദ്യാഭ്യാസം. എന്ത് ജോലിയും സന്തോഷത്തോടെ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാവണം. നിങ്ങളുടെ കായികക്ഷമതയും ആരോഗ്യത്തെയും കൂടെ പരിപോഷിപ്പിക്കുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം. നമുക്കെല്ലാവരും വേണം. ടാക്സി ഡ്രൈവർമാർ വേണം, സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ വേണം, തയ്യൽ കടക്കാരൻ വേണം, കച്ചവടക്കാർ വേണം, രാഷ്ട്രീയക്കാരൻ വേണം. എല്ലാവരും ഉണ്ടെങ്കിലേ ഒരു സമൂഹം സമൂഹമാവുകയുള്ളൂ, ഒരു രാജ്യം പുരോഗതി പ്രാപിക്കുകയുള്ളൂ. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് കേട്ടിട്ടില്ലേ? ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ചെയ്യുന്ന ആൾക്കും അന്തസ്സുണ്ടാകണമെന്നേ ഉള്ളൂ. I am extremely sorry, sir. ചോദിച്ച ആളൊന്ന് മുന്നോട്ട് വരണം. വന്നില്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? മുന്നോട്ട് വരൂ.
വരൂ. എന്താ പേര്? ജയ്മോൻ. ഏ? ജയ്മോൻ. ജയ്മോന് ഞാൻ മുടി വെട്ടിത്തരാം. സമയം അറിയിച്ചിട്ട് ക്ലിഫ് ഹൗസിൽ വരും. അല്ലെങ്കിൽ ഞാൻ ജയ്മോന്റെ വീട്ടിൽ വന്ന് വെട്ടിത്തരാം. രണ്ടിനും ഞാൻ ഓക്കെയാണ്. സാർ ഞാൻ വെറുതെ അറിയാതെ പറഞ്ഞു പോയത്. അയ്യോ ജയ്മോൻ, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അച്ഛൻ ആ തൊഴിൽ ചെയ്തിരുന്നുകൊണ്ടല്ലേ ജയ്മോൻ എന്നോട് അങ്ങനെ ചോദിച്ചത്. അതെ, എൻ്റെ അച്ഛന് മുടിവെട്ടായിരുന്നു ജോലി. ആ ജോലി ചെയ്താണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കുടുംബം പോറ്റിയിരുന്നത്. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലും ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ 3 നേരവും തീ പുകയുമായിരുന്നു. അതാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയം. അച്ഛൻ എന്നെയും ആ തൊഴിൽ പഠിപ്പിച്ചു. അതുകൊണ്ട് വളരെ ധൈര്യത്തോടെ, അഹങ്കാരത്തോടെ, ആത്മാഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് നല്ല അസലായിട്ട് മുടിവെട്ടാൻ പറ്റും. സ്വന്തം ജീവിതത്തിലൂടെ എൻ്റെ അച്ഛൻ എനിക്ക് ഒന്നുകൂടെ കാണിച്ചു തന്നു. ദാരിദ്ര്യത്തിലും സന്തോഷമായിട്ട് ജീവിക്കാമെന്ന്. സമ്പന്നതയ്ക്ക് പണം എന്ന വാക്കുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. കയറുവാ. നീ അടുത്ത് വരൂ. ജീവന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഒരു ട്രാവൽ ഏജൻസി നടത്താം. അക്കാലത്ത് ബ്രൂസ്ലി കട്ടിങ്ങും സ്റ്റെപ്പ് കട്ടിങ്ങും ഒക്കെ ആയിരുന്നു ഫാഷൻ. അച്ഛനൊന്നും അറിയില്ലായിരുന്നു. സാധാ കട്ടിങ്, പക്ഷെ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. വീടുകളിലും പോയി വെട്ടുമായിരുന്നു. പക്ഷെ ഇത് വെട്ടേണ്ട സമയം അതിക്രമിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അധികം താമസിപ്പിക്കണ്ട, അത് വെടിച്ചു കളയാം. മക്കൾ, രാഷ്ട്രീയത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തു പോകേണ്ടി വന്നാൽ എനിക്ക് ജീവിക്കാനൊരു തൊഴിലറിയാം. ഒരു കോളേജിലും പോകാതെ, ഒരു വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റും ഇല്ലാതെ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചെന്ന ജോലി. അതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കും. ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കോളേജിൻ്റെ ഈ വാർഷിക ആഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു.